മലയാള സിനിമയിലെ വനിതാ പ്രവർത്തകരെ സമൂഹ മധ്യത്തിൽ അപഹാസ്യരാക്കാൻ മാത്രമേ ഈ റിപ്പോർട്ടിന് കഴിയൂ എന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ WCC എന്ന സംഘടന പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ള കാര്യം കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നു. WCC എന്ന് പറയുന്നത് സ്ത്രീകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. മലയാള സിനിമയെ ലോകം മുഴുവൻ നടന്ന് പഴി പറയുകയാണ് WCC നേതൃത്വം ചെയ്യുന്നതെന്നും അവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ മുന്നിൽ നിൽക്കുന്നത് തങ്ങളാണെന്നുള്ള അവകാശവാദമാണ് സ്വയം WCC ഉയർത്തുന്നത്. അതിനെ ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി. ഫേസ്ബുക്കിലൂടെ വല്ലപ്പോഴും ഓരോ പോസ്റ്റ് ഇടുന്നതല്ലാതെ WCCയുടെ ഭാഗത്തു നിന്നും പ്രവൃത്തിയിലൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല എന്നാണ് ഭാഗ്യലക്ഷ്മി വിമർശിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടരുതെന്ന് WCC അംഗങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്നും അതിന് പിന്നിലുള്ള ചില കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരികയുമാണ് ഭാഗ്യലക്ഷ്മി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. മലയാള സിനിമയിൽ ഒരു തീപ്പൊരി കൊണ്ടുവന്നത് WCC ആണെന്ന് ആരാണ് പറഞ്ഞത്? നടി ആക്രമിക്കപ്പെട്ട സംഭവം തൊട്ടുപിന്നാലെ നടന്മാരും നടിമാരും ഒക്കെ ഒത്തുചേർന്നുകൊണ്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും അതിൽ മഞ്ജു വാര്യരുടെ വാക്കിൽ നിന്നുമാണ് ഇതൊക്കെ ആരംഭിക്കുന്നത്. അല്ലാതെ WCC ഉണ്ടാക്കിയതല്ല ഇതൊന്നും. മലയാള സിനിമയെ മുഴുവൻ WCC ശത്രുപക്ഷത്തായി നിർത്തിയിരിക്കുന്നു. അവരുടെ ഉദ്ദേശ ലക്ഷ്യം അതുതന്നെയാണ്. അങ്ങനെയല്ല ഇത് കൊണ്ടുപോകേണ്ടത്. വർഷങ്ങൾ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച ഒരു മേഖലയാണ് മലയാള സിനിമ. ഇവിടെ എല്ലാവരും നല്ലവരാണെന്നൊന്നും തന്നെ പറയുന്നില്ല. ഇവിടെ പറയുന്ന ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ നിലവിലുണ്ട്. ആ പ്രശ്നങ്ങളെ പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ ആ മേഖലയെ ഇല്ലാതാക്കുകയല്ല ചെയ്യേണ്ടത്. എന്നാൽ WCC എന്താണ് ചെയ്യുന്നത്? എല്ലാവരെയും മാറ്റി നിർത്തി ഇവിടെ ഞങ്ങൾ ഭരിച്ചു കൊള്ളാമെന്നുള്ള ഒരൊറ്റ ധാർഷ്ട്യത്തോടെയുള്ള നിലപാടിലാണ് നിലകൊള്ളുന്നത്. അങ്ങനെ ആരെയും മാറ്റി നിർത്താൻ കഴിയില്ല എന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടായ തൊഴിൽ മേഖലയാണ്. ഇതിലെ പുഴുക്കുത്തുകളെ കണ്ടുപിടിച്ച് വെളിയിൽ കളയാനാണ് ശ്രമിക്കേണ്ടത്. അതിനെല്ലാ സംഘടനകളും ഒത്തൊരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുകയാണ് വേണ്ടത്. ഒറ്റക്കെട്ടായി തന്നെ നിന്ന് പ്രവർത്തിക്കണം.